ഫേസ് കാണിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും ഇമേജ് വെച്ച് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാം. അത് നിർമ്മിച്ച് നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്ക് റീച്ച് ആകാനും പറ്റും നമ്മുടെ ചാനൽ വഴി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും യൂട്യൂബിലേക്ക് തിരിഞ്ഞിരിക്കുക അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബിൽ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിവുള്ളവരും കഴിവില്ലാത്തവരും വീട്ടമ്മമാരും എംപ്ലോയീസ് വരെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് അവർക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അവർ അതിലൂടെ അവർക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് റീച്ച് ആകാറുമുണ്ട്. എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഇതുപോലെ ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോഴും ഷോർട്സ് ഒക്കെ ആയാലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ഇതുപോലുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു എന്ന്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുക്കിംഗ് ചാനൽ തുടങ്ങാനാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഫോൺ പിടിച്ചു തരാൻ അല്ലെങ്കിൽ നമുക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരെങ്കിലും വേണം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പിന്നെ ട്രാവൽ ബ്ലോഗ്സ്, എഡ്യൂക്കേഷണൽ ബ്ലോഗ്സ്, അറിവ് നൽകുന്ന ഒരുപാട് വീഡിയോസ്, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പ്രത്യേകം കഴിവുകൾ വേണം, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ കഴിവില്ലാത്തവരായിക്കോട്ടെ കഴിവുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നല്ലേ? അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ആണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നമ്മുടെ ഫോണിൽ ഒരു ഇമേജ്, ഒരു സെൽഫി എടുക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ. ആ ഒരു സെൽഫി നിങ്ങളുടെ ഫോണിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വീഡിയോസ് ഇടാം. അപ്പൊ നമുക്ക് ആരുടെ ഇമേജ് വെച്ചിട്ടായാലും ആനിമേഷൻ തികച്ചും ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും AI ക്യാരക്ടർ ക്രിയേഷൻ വഴിയാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എങ്കിലും ഇത് കാണുന്ന പലർക്കും ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതിനായിട്ട് സിസ്റ്റവും ലാപ്ടോപ്പും ഒക്കെ വേണ്ടേന്ന്. സാധാരണക്കാരായ ആൾക്കാരെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു? നിങ്ങൾക്ക് ഫോണിലും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ നിരവധി ആപ്പുകൾ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ആപ്പ് വരുന്നത്, ഹൈലിയോ AI. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് ആനിമേഷൻ ടൈപ്പ് വീഡിയോസ് നമ്മുടെ ഓൺ വോയിസുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരുടെങ്കിലും വോയിസുമായിട്ടോ സെറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബിലായാലും അപ്ലോഡ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റോറിക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സബ്ജക്റ്റിന് അനുസൃതമായ രീതിയിൽ, ഇപ്പോൾ ഫാൻറ്റസി ടൈപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവയ്ക്കൊന്നും കോപ്പിറൈറ്റ് കിട്ടില്ല. അതുപോലെ എന്തെങ്കിലും ആക്ഷൻ, ഹൊററോ, കിഡ്സ് റിലേറ്റഡ് വീഡിയോയോ അല്ലെങ്കിൽ അവതാർ ടൈപ്പോ ഡിവോഷണൽ ടൈപ്പോ എന്ത് കൊടുക്കാനാണെങ്കിലും നമ്മുടെ ഈ ആപ്പിൽ കിട്ടും. മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ഇമേജിനെ വരെ ഒരു വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും: ഇമേജ് ടു വീഡിയോ, ടെക്സ്റ്റ് ടു വീഡിയോ, സബ്ജക്റ്റ് ടു വീഡിയോ. ഇമേജ് ടു വീഡിയോ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമേജ് കൊടുത്തിട്ട് അത് വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു വീഡിയോ ആണെങ്കിൽ നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അത് വീഡിയോ ആക്കി അവർ കൺവേർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്കൊരു സ്റ്റോറി കൊടുക്കാനില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ChatGPT എന്നുള്ളൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ കയറിയിട്ട് നമുക്ക് ഇതിനെ പോലെയാണ് സ്റ്റോറി വേണ്ടത് എന്നൊരു സബ്ജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ChatGPT നമുക്കൊരു സ്റ്റോറി സെറ്റാക്കി തരുന്നതായിരിക്കും. നമ്മളത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താലും മതി. അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്തു വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ മൈൻഡാക്കിയാലും ഇല്ലെങ്കിലും ഈ AI അസിസ്റ്റൻറ്റുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമുക്ക് ഈ AI അസിസ്റ്റൻറ്റ് വഴി യൂട്യൂബിലും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഒരു ഭൂരിഭാഗം ആൾക്കാരും AI അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും ChatGPT എന്ന് പറയുന്ന ആപ്പാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. മാത്രമല്ല, യൂട്യൂബിലും ഹെൽപ്ഫുള്ളാണ് എന്നുള്ളൊരു തോട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ ChatGPT എന്ന AI അസിസ്റ്റൻ്റാണ്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് വോയിസ് ആക്കി കൺവേർട്ട് ചെയ്യാനും ഫ്രീ ആയിട്ട് നമുക്ക് ChatGPT വഴി സാധിക്കും. അത് നമുക്ക് ഫോണിലാണെങ്കിലും യൂസ് ചെയ്യാം. ChatGPTയിൽ ഏത് വോയിസിലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയുടെ വോയിസ് ഒരു സ്റ്റോറിയാക്കി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു വോയിസ് ആക്കി കിട്ടാൻ GPT വഴി സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ ഇതുപോലെ എഡിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ?
നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്നും ചെയ്യണമെന്നില്ല. ഇതിപ്പോ നമുക്ക് വീഡിയോ എടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ തന്നെ വീഡിയോയിൽ കാണണ്ടേ, നമ്മൾ തന്നെ ഫോൺ പിടിക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഈ AI ടൂൾ ഉപയോഗിച്ച് തന്നെ നമ്മളിപ്പോ ഒരു സ്റ്റോറി പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റോറിയുടെ കഥ അതുപോലെ തന്നെ വായിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആരുടെ സ്വരം വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആരുടെ ഇമേജ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഇതിപ്പോ ഇനി കിഡ്സ് റിലേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്രിസ്ത്യൻ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി മഹാഭാരതം, രാമായണം അതുപോലുള്ള കഥകളാണ് നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഇതിന് നിങ്ങൾക്ക് ഫേസ് കാണിക്കാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഈ രീതി ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാൻ സാധിക്കും. ഇതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് റീച്ച് ആകാനും സാധിക്കും. ഇങ്ങനെ AI ടൂൾ ഉപയോഗിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്കും വൈറലാകാം. ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എങ്ങനെയാണ് AI വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് AI ക്രിയേറ്ററിലൂടെ നിങ്ങൾക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.